ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഒരു യൂസ്ഫുൾ വീഡിയോ ആണ് ചെയ്യുന്നത്. ഈ കുഞ്ഞു പ്രായത്തിലൊക്കെ നരച്ചവർക്ക് ഡൈ അടിക്കുന്നത് അത്ര പോസിബിൾ അല്ല. സോ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഹെന്ന യൂസ് ചെയ്യാൻ പറ്റും. ഹെന്ന എന്ന് വെച്ചാൽ ഒരു നാച്ചുറൽ സാധനമാണ്. അത് നമുക്കൊരു സൈഡ് എഫക്ട്സും ഉണ്ടാക്കത്തില്ല. നമുക്ക് വീട്ടിൽ തന്നെ അത് പ്രിപ്പയർ ചെയ്യാം. അതിനകത്ത് വേറെ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഹെന്ന ഉണ്ടാക്കാൻ വേണ്ടി നല്ലതുപോലെ ആദ്യം വെള്ളം തിളപ്പിക്കുക. ആ തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് തേയില ഇടുക. എന്നിട്ട് ആ തേയില ഇട്ട് നല്ലതുപോലെ തിളപ്പിച്ച് ആ വെള്ളം നല്ല ഡാർക്ക് കളർ ആകുന്നവരെ തിളപ്പിച്ചുകൊണ്ടേയിരിക്കുക. മാക്സിമം വറ്റിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം അതൊരു 20 മിനിറ്റോളം നല്ലപോലെ തണുക്കാനായിട്ട് വയ്ക്കുക. പിന്നീട് നമ്മളൊരു അരിപ്പ കൊണ്ട് അരിച്ചിട്ട് അതിനകത്ത് പൊടിയൊന്നും പറ്റാത്ത രീതിയിൽ നല്ല വൃത്തിക്ക് അരിച്ചെടുക്കുക. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് സീമയുടെ ഒരു ഹെന്നയാണ്. വേറെ ഹെന്ന പൗഡർ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിരുന്നു, പക്ഷേ ഇത്ര നല്ലൊരു എഫക്റ്റ് ഒന്നിനും കിട്ടിയില്ല. അത് നമുക്ക് ഓൺലൈനിൽ തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഒരു 120 റേഞ്ചിൽ ഒരു 4 കവറൊക്കെ കിട്ടും. ഒരു മന്തിൽ ഒരു കവർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല ലോങ് ഹെയർ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് വേണ്ടി വരും. സോ നമ്മളത് ഫുള്ളായിട്ട് എടുത്ത് മിക്സ് ചെയ്യുക. പിന്നീട് ഇത് തേക്കുമ്പോൾ മാക്സിമം തലമുടിയിലൊക്കെ പറ്റിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഒരു 4 അവേഴ്സ് അല്ലെങ്കിൽ ഒരു 3 അവേഴ്സൊക്കെ ഇത് വെച്ചുകൊണ്ടിരിക്കണം. അത്രയും നേരം ഇത് നല്ലൊരു എഫക്റ്റ് തരും. പിന്നീട് ഒരു നാരങ്ങ എടുത്തിട്ട് അതും പിഴിഞ്ഞൊഴിക്കുക. അതിലേക്ക് കുറച്ച് തൈരും കൂടി, ഞാനാണെങ്കിൽ യൂസ് ചെയ്യുന്ന മലനാടിൻ്റെ തൈരാണ്. അതും കൂടി, ഏത് തൈര് വേണമെങ്കിൽ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന തൈരായാലും മതി. അതും കൂടി ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇതെല്ലാം വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം യൂസ് ചെയ്താൽ മതി. തേയിലവെള്ളം നമ്മൾ ഒരുപാട് യൂസ് ചെയ്യണം. സോ ഇതിൻ്റെ അളവ് കുറയ്ക്കുക മാക്സിമം. പിന്നീട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് വീണ്ടും തേയിലവെള്ളം വേണമെങ്കിൽ അത് ഒഴിച്ച് വീണ്ടും മിക്സ് ചെയ്യുക. വളരെ ലോ ക്വാണ്ടിറ്റിയിൽ, അല്ലെങ്കിൽ വാട്ടർ കണ്ടൻറ്റ് വളരെ കുറഞ്ഞ് മാത്രം നിന്നാൽ മതി. ഇനി ഇതിലേക്ക് മുട്ട ചേർക്കണം. അന്നേരം കൂടുതൽ ഒരു ലൂസി എഫക്റ്റ് ആണെങ്കിൽ നമ്മുടെ മുടിയിൽ അത് സ്റ്റിക്ക് ചെയ്തിരിക്കില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് മാത്രം ഒരു തിക്നെസ്സിലായിരിക്കും ഇന്ന് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിനുശേഷം ഇതിലേക്കാണെങ്കിൽ ഒരു ആണിയോ അല്ലെങ്കിൽ ഒരു സ്ലൈഡോ അങ്ങനെ ഇരുമ്പിൻ്റെ കണ്ടൻറ്റുള്ള എന്തെങ്കിലും ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കുക. അത്യാവശ്യം നല്ലൊരു ഡാർക്കായിട്ടുള്ളൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഈ തുരുമ്പുള്ള എന്തെങ്കിലും ഒരു സാധനം ഡിപ്പ് ചെയ്യുന്നത്. കാരണം ഈ ഇരുമ്പിൻ്റെ കണ്ടൻറ്റുള്ള എന്ത് ഐറ്റം ആണെങ്കിലും നമ്മുടെ മുടിക്കും നമ്മളുടെ ഹെൽത്തിനും എല്ലാം നല്ലതാണ്. കൂടുതലൊരു അയൺ കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടിയും കൂടെയാണ്. പിന്നീട് ഇതൊരു ദിവസത്തേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം. ഫ്രിഡ്ജിലൊന്നും വെക്കരുത്. പുറത്ത് തന്നെ അടയ്ക്കാതെ വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം ഗുണം കിട്ടും. പിന്നെ എനിക്കിപ്പോൾ സ്റ്റീൽ പാത്രം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് അതിനകത്ത് വെച്ചത്. കൂടുതൽ ഈ അയണുള്ള അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഇരുമ്പിൻ്റെയൊക്കെ പാത്രം ഉണ്ടല്ലോ, അതിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കളർ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് നമ്മൾ അടുത്ത ദിവസം എടുത്തിട്ട് ഈ മുട്ടയുടെ വെള്ള മാത്രം നമ്മളിതിലേക്ക് മിക്സ് ചെയ്യണം. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ നല്ല തിക്കായിട്ടാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സോ ഈ മുട്ടയും കൂടെ ഒഴിക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. ഞാനാണെങ്കിലും ആദ്യം ആണി എടുത്ത് മാറ്റാൻ മറന്നുപോയി. സോ മുട്ട ഒഴിച്ചിട്ടാണ് മാറ്റുന്നത്. നിങ്ങൾ ആദ്യം തന്നെ അതെടുത്ത് മാറ്റാൻ ശ്രദ്ധിക്കണം. നമ്മൾ ആ ആണിയിട്ട സ്ഥലത്ത് തന്നെ നല്ലൊരു ബ്ലാക്ക് കളർ കാണാൻ പറ്റും. അത് അയൺ കണ്ടൻറ്റ് കാരണമാണ് അത്രയും ബ്ലാക്ക് കളർ കാണുന്നത്. പിന്നീട് ആ മുട്ടയുടെ വൈറ്റ് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ മുടിയിൽ തേക്കുന്നൊരു പരുവമുണ്ടല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഗ്ലൗസ് ഇട്ട് മാത്രം മുടിയിൽ അപ്ലൈ ചെയ്യുക. പിന്നീട് ഒരു 1 അവർ ടു മിനിമം 1 അവർ ടു 3 അവർ വരെ മുടിയിൽ വെച്ചിരുന്നത് നല്ലതായിരിക്കും. ഓക്കെ, പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.